ഹായ്, വീട്ടിലെ കൂട്ടെന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന ബീഫ് കറിയാണ്. അപ്പോൾ നമുക്ക് നേരെ പാചകത്തിലോട്ട് കടക്കാം. അതിന് വേണ്ട ബീഫ് ഒരു 7-8 വെള്ളം നല്ലവണ്ണം കഴുകി വെച്ചേക്കുന്നു. ചെറിയ ഉള്ളി അതിൻ്റെ തൊലി കളഞ്ഞിട്ട് കഴുകി മാറ്റി വെച്ചേക്കുന്നു. പിരിയൻ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല പൊടി, നല്ല പഴുത്ത തക്കാളിപ്പഴം 1, ഉപ്പ്, തൈര്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, മല്ലിയില, പുതിനയില, കറിവേപ്പില. ഇനി നമുക്ക് എങ്ങനെ ബീഫ് കറി വയ്ക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് കഴുകി മാറ്റിയ ബീഫ് കുക്കറിലോട്ട് മാറ്റാം. കുക്കറിലോട്ട് ബീഫെല്ലാം മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ഇട്ട് കൊടുക്കുന്നു. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് എല്ലാം കൂടി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും ഉപ്പും വെളുത്തുള്ളി ഇഞ്ചിയും ഒക്കെ അതിൽ പറ്റി പിടിക്കാൻ വേണ്ടിയാണ് ഇത് ഇളക്കിയിട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഗ്യാസിലോട്ട് വെച്ച് കൊടുക്കാം. ബീഫ് നല്ലവണ്ണം വെന്ത് കിട്ടാൻ കരുതിയാണ് കുക്കറിലോട്ട് വെച്ചത്. 8 വിസിൽ കേൾക്കുന്നവരെ കുക്കറിലിട്ട് നല്ലവണ്ണം വേവിക്കുക. എന്നാലേ ബീഫ് നല്ലവണ്ണം വെന്ത് കിട്ടുകയുള്ളൂ. അങ്ങനെ 7 വിസിൽ അടിച്ചിട്ടുണ്ട്. അടുത്തത് 8ാമത്തെ വിസിലാണ് അടിക്കാൻ പോകുന്നത്. അങ്ങനെ 8ാമത്തെ വിസിലും അടിച്ച് നമ്മളെ ബീഫ് നല്ലവണ്ണം വെന്ത് റെഡിയായിട്ടുണ്ട്. അങ്ങനെ കുക്കറിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. നമ്മളെ ബീഫ് നല്ലവണ്ണം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച ബീഫും ആ വെള്ളവും വേറൊരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ആ കുക്കർ തന്നെ നമുക്ക് ഗ്യാസിൽ വെച്ച് കൊടുക്കാം. കുക്കർ ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴത്തേന് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ കഴുകി മാറ്റി വെച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് ചുമന്ന് വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അങ്ങനെ നമ്മളെ ചുമന്ന ഉള്ളി പാകത്തിന് അത് ചുമന്ന് കിട്ടിയിട്ടുണ്ട്. ഈ ഉള്ളിയിലേക്ക് തക്കാളിപ്പഴം ഇട്ട് കൊടുക്കുന്നു. ഉള്ളിയും തക്കാളിപ്പഴവും നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി ഗ്യാസിൽ നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. ആവശ്യത്തിനുള്ള മുളക് പൊടി നമുക്കതിലങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നാലെ മല്ലിപ്പൊടിയും മുളക് പൊടിയും നമുക്കൊന്ന് നല്ലവണ്ണം ഇളക്കിയിട്ട് കൊടുക്കാം. മല്ലിപ്പൊടിയും മുളക് പൊടിയും എണ്ണയിൽ ഒന്ന് നല്ലവണ്ണം ചൂടാവണം. എന്നാലേ നമുക്ക് നല്ലൊരു കളർ കിട്ടുള്ളൂ. അതിനാണ് ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കുന്നത്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആദ്യം നമ്മൾ ബീഫ് വേവിക്കാൻ നേരത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തല്ലോ, അത് കണക്കാക്കിയാണ് 2ാമത് ഇടാൻ. മഞ്ഞൾപ്പൊടിക്ക് ശേഷം വറുത്ത് പൊടിച്ച ഗരം മസാലയാണ് ഇട്ട് കൊടുത്തത്. മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടിയും കൂടി നല്ലവണ്ണം ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. പ്രത്യേക ഒരു കാര്യം പറയുന്നത്, ഈ വേറ്റയിൽ കൂടി തിളപ്പിച്ച വെള്ളമോ പച്ചവെള്ളമോ ഒന്നും ഒഴിക്കല്ലേ. കാരണം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ബീഫിൽ ശകലം വെള്ളം ഉണ്ടല്ലോ, അത് മാത്രം മതി. അത് ഇട്ട് കൊടുക്കുന്നു. വെള്ളവും ബീഫും കൂടി ഇട്ട് കൊടുക്കുന്നു. ആ ബീഫും ഇച്ചിരി വെള്ളവും ഒക്കെ കൂടി നല്ലവണ്ണം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ആ ബീഫിലേക്ക് ആ വേറ്റയെല്ലാം ഒന്ന് ആകാൻ കരുതി നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അടുത്ത് ഉപ്പിട്ട് കൊടുക്കണേ. അത് നമ്മൾ നേരത്തെ ബീഫ് വേവിച്ചപ്പോൾ ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തായിരുന്നു. അത് നോക്കിയിട്ടാണ് ഉപ്പിട്ട് കൊടുക്കാൻ. പാകത്തിനുള്ള ഉപ്പിട്ടതിന് ശേഷം ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. കണ്ടില്ലേ, ഇതാണ് ഇപ്പോൾ നമ്മളെ ബീഫിൻ്റെ പരുവം. കുക്കർ മൂടി വെച്ച് ഇനിയൊരു 2 വിസിൽ വരുന്നവരെ നമുക്ക് വേവിക്കാം. അങ്ങനെ 2 വിസിലായി നമ്മുടെ അടിപൊളി ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുക്കറിൻ്റെ മൂടി എടുത്തതിന് ശേഷം ചെറിയ തീയിൽ ഒന്നുകൂടി തിളക്കട്ടെ. അവിടെ ഇരുന്നു ഒരു 2 മിനിറ്റ് അങ്ങനെ ഗ്യാസിലിരിക്കട്ടെ. ഇനി നമുക്ക് പതുക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഈ തിളച്ച ബീഫിൽ കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കുക. ഒഴിച്ച തൈര് ബീഫിലും ഗ്രേവിയിലൊക്കെ പറ്റി പിടിക്കാൻ വേണ്ടി ഒന്നുകൂടി ഇളക്കിയിട്ട് കൊടുക്കുക. കണ്ടില്ലേ, നമ്മളൊഴിച്ച തൈര് ബീഫിലും ഗ്രേവിയിലൊക്കെ ആയിട്ടുണ്ട്. ഇനി അവസാനം ചേർക്കാനുള്ളത് മല്ലിയിലയും പുതിനയിലയും കറിവേപ്പിലയും. ആദ്യം പുതിനയില ഇട്ടു, അടുത്തത് മല്ലിയില ഇടുന്നു, പിന്നെ കറിവേപ്പില ഇട്ടു. അവസാനമായി നമ്മളിട്ട് പുതിനയിലയും മല്ലിയിലയും കറിവേപ്പിലയും ഒന്ന് എല്ലായിടം പറ്റി പിടിക്കാൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുക്കുക. കണ്ടില്ലേ, അടിപൊളി ബീഫ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫാക്കാം. നല്ല ചൂട് ചോറിനോടും കപ്പയോട് പൊറോട്ടയോട്
കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ബീഫ് കറിയാണ് റെഡിയായിരിക്കുന്നത്. ഇനി എല്ലാവരും ബീഫ് വയ്ക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു ദിവസം പുതിയൊരു പാചകവുമായി വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ.